ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനം നൊന്ത് കടുത്ത തീരുമാനവുമായി കഴകം ജോലിക്ക് നിയമനം ലഭിച്ച വി എ ബാലു കടക്കുന്നു. കഴകം ജോലിക്ക് ഇനി ഇല്ല. ദേവസ്വം അധികൃതർക്ക് ഇക്കാര്യം അറിയിച്ച് കത്ത് നൽകും എന്നാണ് വി എ ബാലു പറയുന്നത്. എന്നാൽ ബാലുവിന് കഴകം ജോലി ചെയ്യുന്നതിനുള്ള സാഹചര്യം ഒരുക്കും എന്നാണ് ദേവസ്വം ചെയർമാൻ സി കെ ഗോപി അറിയിച്ചിരിക്കുന്നത്. ഏതായാലും ബാലുവിന് നേരിടേണ്ടി വന്നത് ജാതിയുടെ പേരിലുള്ള വിവേചനമാണ്. ബാലു കഴകം തസ്തികയിൽ പരീക്ഷ എഴുതി എത്തിയതാണ്. പക്ഷേ ബാലുവിനെ പിന്നീട് ഓഫീസിലേക്ക് മാറ്റുകയായിരുന്നു. അതിന് കാരണം അവിടുത്തെ തന്ത്രി സമാജവും അതുപോലെ തന്നെ വാര്യർ സമാജവും കൊണ്ടുവന്ന എതിർപ്പുകളായിരുന്നു. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടിയായി ബാലുവിൻ്റെ ഈ തീരുമാനം മാറും എന്നാണ് കരുതേണ്ടത്. ഫെബ്രുവരി 24-നാണ് വി എ ബാലുവിനെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴകം ജോലിയിൽ നിയമിക്കുന്നത്. ക്ഷേത്രത്തിലെ ചരിത്രപരമായ തീരുമാനത്തെ ഏറെ ആവേശത്തോടെയാണ് പൊതുസമൂഹം കണ്ടത്. പക്ഷേ അകത്തെരിഞ്ഞ ജാതീയത മാത്രം പുറത്തറിഞ്ഞില്ല. 2 ആഴ്ചകൾക്കിപ്പുറം ബാലുവിനെ ജോലിയിൽ നിന്ന് മാറ്റിയതോടെയാണ് ജാതി വിവേചനം പുറത്തായത്. കഴകം ജോലിയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള കത്ത് ലഭിച്ചപ്പോഴാണ് ജാതി വിവേചനം നേരിട്ടു എന്നത് മനസ്സിലാക്കിയതെന്ന് വി എ ബാലു. തന്ത്രിമാരുടെ എതിർപ്പ് മറികടന്ന് ജോലിയിൽ പ്രവേശിക്കാനില്ലെന്നും ഓഫീസ് ജോലിയാണെങ്കിൽ തിരികെ കൂടൽമാണിക്യത്തിലേക്ക് എത്താമെന്നും ബാലു പറയുന്നു. ഇനി അങ്ങോട്ട് കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ കഴകം തസ്തിലേക്ക് ഇനി അങ്ങോട്ട് പറയാൻ താല്പര്യമില്ല. നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റിന്റെ ഭാഗമായിട്ട് തന്നെ ഓഫീസ് അറ്റൻഡന്റ് ആണെങ്കിൽ തുടരാം. എന്നാൽ തന്ത്രിമാർക്ക് വഴങ്ങില്ലെന്നും ബാലു കഴകം ജോലിയിൽ പ്രവേശിച്ചാൽ തൊഴിലെടുക്കുന്നതിനുള്ള സാഹചര്യം ഒരുക്കുമെന്നും കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ സി കെ ഗോപി 24-നോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പോസ്റ്റിംഗ് കഴകം ജീവനക്കാരനായിട്ടാണ്. അദ്ദേഹം ആ പ്രവൃത്തി തന്നെയാണ് ചെയ്യേണ്ടത്. അതിനെല്ലാ സൗകര്യങ്ങളും ദേവസ്വം മാനേജ്മെന്റ് ചെയ്തു കൊടുക്കും. കഴകം നിയമനം ദേവസ്വം ചട്ടങ്ങൾ മറികടന്നെന്നാണ് തന്ത്രി കുടുംബാംഗങ്ങളുടെ വിശദീകരണം. എന്നാൽ ഈ വാദം ദേവസ്വം തള്ളി. അത് അവരുടെ ആരോപണം അങ്ങനെയാണ്. പക്ഷെ നിയമത്തിൽ പറയണനുസരിച്ച് പോലെയാണ് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. തന്ത്രിമാരുടെ നിലപാട് ദൗർഭാഗ്യകരമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബിയും പ്രതികരിച്ചു. എടുത്ത നിലപാട് വളരെ ദൗർഭാഗ്യകരമാണ്. കേരളത്തിൻ്റെ നവോത്ഥാന പാരമ്പര്യങ്ങൾക്ക് നിരക്കുന്നതല്ല. വി എ ബാലുവിന്റെ കത്ത് ലഭിച്ചാൽ തുടർ നടപടി കൂടൽമാണിക്യം ദേവസ്വം ചർച്ച ചെയ്യും. തന്ത്രിമാർക്ക് വഴങ്ങേണ്ടതില്ലെന്ന നിലപാടിലാണ് ദേവസ്വം. തന്ത്രിമാരെ പുറത്താക്കേണ്ടി വന്നാലും ബാലുവിനെ ചേർത്തു നിർത്തും. ജാതി വിവേചനത്തിനെതിരെ എന്നും കേരളം ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട്. ഈ വിഷയത്തിലും പൊതുജനങ്ങൾക്ക് മുന്നിൽ മാതൃകയാകുന്ന നിലപാടും സമീപനവും സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകണം. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. പൊതുജനം കഴുതയല്ല സാർ. കണ്ണൻതാഴ എന്ന ഐഡിയിൽ നിന്ന് വരുന്ന സന്ദേശം ഇങ്ങനെ പറയുന്നു: ചാതുർവർണ്ണ്യം നീണാൽ വാഴട്ടെ എന്ന്. ചാതുർവർണ്ണ്യത്തെ മറികടന്ന് മുന്നോട്ട് പോകണം എന്നതാണ് ഈ സന്ദേശത്തിൻ്റെ ഉള്ളടക്കം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. സുജാത എസ് പറയുന്നു: മനസ്സിൽ നന്മയുള്ളവർക്ക് എല്ലാവരും മനുഷ്യരാണ്. അങ്ങനെ മനസ്സിൽ നന്മയുള്ളവരായി മുഴുവൻ മനുഷ്യരും മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സുജാത, കഴകക്കാരൻ അവസാനം കീഴടങ്ങുന്നത് എന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്ന് സാജു കെ ഡാനിയൽ ചോദിക്കുന്നു. അതൊരു പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു തീരുമാനമായി വേണം നമ്മൾ ആ തീരുമാനത്തെ കാണാൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അതൊരു കീഴടങ്ങലായിട്ടല്ല കാണേണ്ടത് എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും പുരോഗമന കേരളം ഇന്ന് എപ്പോഴും അഭിമാനത്തോടുകൂടി പറയുന്ന, അഹങ്കരിക്കുന്ന നമ്മുടെ സമൂഹത്തിന് തീർത്തും അപമാനകരമായ ഒരു സംഭവമായിപ്പോയി കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഉണ്ടായത്. ഇനിയും നമ്മൾ ജാതി പറയണോ? പൊതുജനത്തിന് ഈ വിഷയത്തിൽ എന്തഭിപ്രായമാണുള്ളത്? കേൾക്കൂ. അതൊന്നും നിലനിൽക്കുന്ന ഒരു കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിൻ്റെ ജാതീയമായിട്ടുള്ള അധിക്ഷേപങ്ങളൊക്കെ മാറ്റി നിർത്തി എല്ലാവരും ഈക്വലായിട്ട് കാണേണ്ട ഒരു ആണ് എൻ്റെ അഭിപ്രായം. കാലഘട്ടങ്ങൾ മാറിയത് മനസ്സിലാവാതെയുള്ള പ്രവർത്തനം. ഇന്നാൾ MP നമ്മുടെ സുരേഷ് ഗോപി തന്നെ പറഞ്ഞ പോലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. പക്ഷെ ഞാൻ ആ സമുദായമായിട്ട് അങ്ങനെ ബന്ധമില്ലാത്തതുകൊണ്ട് എനിക്കധികം അതിനെ കുറിച്ച് ആഴമായിട്ടൊന്നും പറയാറില്ലെങ്കിലും ജാതി മത ഭേദങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കി നിർത്തി പെരുമാറിയാൽ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ജീവിക്കാം, ഒന്നിച്ച് പോവാം, ഒരു സൗഹാർദ്ദത്തിൽ പോവാം, ഒരു യൂണിറ്റി കൊണ്ടുവരിക, അത്രേ വേണ്ടൂ. ജാതി വിവേചനത്തിന് ആധുനിക കാലത്തിന് പ്രസക്തിയില്ല. മനുഷ്യനായി കാണാൻ കഴിയുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതിയുടെ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത്. പഴയ കാലഘട്ടത്തിലെ ഒരു മൂല്യങ്ങളൊക്കെ പിന്തുടരേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ അതിനെ അനുകൂലിക്കില്ല, പുതിയ കാലഘട്ടം അനുകൂലിക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യമാണ്. തെറ്റാണ് അത്. നടപടികളൊക്കെ തിരുത്തപ്പെടേണ്ടതാണ്. ഇതൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കണം. ആരും ഉണ്ടാണ്ടിരിക്കണതൊക്കെ ഭയങ്കര മോശമായ കാര്യം. ഇതൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ അത് പ്രതികരിക്കണം. ഈ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ഏത് തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഈ കാലത്ത് ജാതി എന്നത് അനാവശ്യമായ അല്ലെങ്കിൽ ഏറ്റവും അധികം തള്ളിപ്പറയേണ്ട ഒന്നാണ് എന്ന ഇവരുടെ അഭിപ്രായം വളരെ പ്രസക്തമാണ്. മനുഷ്യനെ മനുഷ്യനായി കാണണം എന്നുള്ളതാണ്.